ഹലോ ഗായ്സ്, ഡെയിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ മെഷീൻ്റെ വർക്ക് ആയിട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഷീനാട്ടോ ഈ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ വരുന്നത്. കസ്റ്റമർ പറയുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കട്ടാവുന്നില്ല എന്നാട്ടോ. ഈ ഒരു മെഷീൻ കൊണ്ടുവന്ന സമയത്ത് ഫുള്ള് ചെറിയ ചെറിയ ബ്ലേഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളതൊക്കെ ഒഴിവാക്കി നമ്മളേതായ രീതിയിലാണ് കേട്ടോ മോഡിഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിരിക്കുമ്പോൾ അടുത്തൊരു വർക്കായിരുന്നു കാറിൻ്റെ വീൽ നട്ട്. ഒന്നൊന്നല്ല കേട്ടോ, ഒരേ സൈഡിലുള്ള രണ്ടെണ്ണമാണ് പൊട്ടിയിട്ട് ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടേക്കും ഒന്നേ പറയുള്ളൂ, ഇതുപോലൊരു സന്ദർഭത്തിൽ ഒരിക്കലും വണ്ടി ഓടിച്ച് വരരുത്. കാരണം വളരെ ഡേഞ്ചറാണ്. ടയർ ബൾജായി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഈ ഒരു വർക്ക് ഇവിടെ കഴിയാറായിട്ടോ. അത്യാവശ്യം സമയം എടുത്തിട്ടാണ് നമുക്ക് ഡ്രിൽ ചെയ്തെടുക്കേണ്ടി വന്നത്. അങ്ങനെ ഈ ഒരു കപ്പ് ഊരിയിട്ടാണ് ഈ ഒരു പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കി വെക്കേണ്ടത്. അങ്ങനെ ഏകദേശം മെഷീൻ്റെ 10 ബ്ലേഡാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടിപൊളിയായിട്ട് കൊപ്രയൊക്കെ കട്ടായിട്ട് വരും. ഇതാണ് നമ്മളെ ഈ ഒരു ഓയിൽ മില്ല് വരുന്നത്. ഈ ഓയിൽ മില്ലിൽ ഫസ്റ്റ് കാണുന്ന മെഷീനാണ് ഈ സ്ക്രൂ റാഡ്, അതായത് കൊപ്ര തള്ളുന്ന മെഷീൻ. രണ്ടാമത്തെ മെഷീനാണ് കൊപ്ര കട്ടാക്കുന്ന മെഷീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ കൂടെ കൂടിക്കോളൂ. വീണ്ടും സന്ധിക്ക് വരയ്ക്കും. ബൈ.